مخلصين وهو من أهم ما نحتاج إليه نحن في هذا العصر الذي كثرت فيه المصائب وتعددت وقل معها صبر الناس على ما أصابهم به الله تعالى من المصائب. نسأل الله عز وجل أن يرزقنا الصبر والإخلاص في القول والعمل. وجزاكم الله أحسن الجزاء. وأستأذنكم انتقال كلامي إلى اللغة المليبارية إن شاء الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ചു വരുന്ന മുൽത്തഖ റമദാൻ എന്ന ഈ പ്രോഗ്രാമിൻ്റെ 13ാമത് സംഗമത്തിലും കഴിഞ്ഞ വർഷത്തെ പോലെ വീണ്ടും മലയാളികളായ നമുക്ക് സംഗമിക്കുവാൻ അവസരം കൈവന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്ന മഹത്തായ ഒരു വിഷയത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകുവാനുള്ളത്. സഹോദരന്മാരെ, സഹനം പറയാനും എഴുതാനും അതുപോലെ തന്നെ സംസാരിക്കാനുമൊക്കെ എളുപ്പമുള്ള ഒരു വാക്കാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഏറെ പ്രയാസകരമായ കാര്യമാണ് സഹനം എന്ന് പറയുന്നത്. പ്രയാസങ്ങൾ തരണം ചെയ്യാതെ സ്വർഗത്തിലെത്താൻ സാധ്യമല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വർഗത്തിലെത്തണോ പ്രയാസങ്ങൾ സഹിച്ചേ പറ്റൂ എന്നാണ് അള്ളാഹുവിൻ്റെ ദൂതരിലൂടെ നമുക്കറിയിച്ചു തന്നിട്ടുള്ള മഹനീയമായ സന്ദേശം. സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി എന്നാണ്. സ്വർഗം അത് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകൾ കൊണ്ടുമാണ്. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ ആർക്കെങ്കിലും തയ്യാറില്ലെങ്കിൽ, ആരെങ്കിലും അതിന് സാധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നില്ലെങ്കിൽ അവന് വിജയിക്കാനാവില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്താണ് സ്വർഗം എന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ നമ്മൾ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്ന സുഖങ്ങളുടെ ലോകമാണ്. നരകം എന്ന് പറയുന്ന ഭീകരമായ ലോകത്ത് നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രാപ്പകലുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ തേട്ടം സാർത്ഥകമായി തീരണമെങ്കിൽ സ്വർഗം നമുക്ക് കിട്ടണോ, നരകത്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന്? നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങളിൽ ആരാണ് ത്യാഗം സഹിക്കുവാൻ തയ്യാറുള്ളവരെന്നറിയാതെ, അതുപോലെ നിങ്ങളിൽ ക്ഷമയുള്ളവർ ആരാണെന്ന് അറിയാതെ, ക്ഷമിക്കുവാനും സഹിക്കുവാനും ആരാണ് നിങ്ങളിൽ തയ്യാറുള്ളവരെന്നറിയുവോളം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് സർവ്വലോക പരിപാലകനായ അല്ലാഹു ചോദിക്കുകയാണ്. ഈ മാസം പ്രിയമുള്ളവരെ ശഹ്റു സ്വബ്ർ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷമയുടെ മാസമാണെന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വബ്റിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുവാനുള്ള നമ്മുടെ കഴിവാണ് സഹനം. മനസ്സിനെ തെറ്റുകളിൽ നിന്ന് നിയന്ത്രിച്ചു നിർത്താൻ, നന്മകൾ ധാരാളമായി നിർവഹിച്ചു കൊണ്ടിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിലും ക്ഷമയും സഹനയും കൈക്കൊള്ളുവാനുമുള്ള
മാനസികമായ ഈമാനികമായ കരുത്ത് നേടലാണ് സഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ആർക്ക് വേണ്ടിയാണ് സഹിക്കുന്നത്? നാം ഏത് വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കണം, സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകണമെങ്കിൽ ആ സഹനം സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം മോഹിച്ചുകൊണ്ടായിരിക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ തൃപ്തി മോഹിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾ. അപ്പൊ ക്ഷമിക്കുന്നത്, സഹിക്കുന്നത് ആർക്കെങ്കിലും വേണ്ടിയായിരിക്കരുത്, റബ്ബിന് വേണ്ടിയായിരിക്കണം. റബ്ബിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടായിരിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നത്, വലി റബ്ബിക ഫസ്ബിർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ സഹിക്കൂ നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു തആല പറയുന്നത് റബ്ബിന് വേണ്ടി സഹിക്കൂ. എന്താണ് സഹനം? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ സഹിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വരംഗത്തും നമ്മോട് സഹനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിർബന്ധമായ ആരാധനകൾ ചെയ്യാൻ നമുക്ക് സഹനം വേണം പ്രിയമുള്ളവരെ. നല്ല നല്ല കാര്യങ്ങൾ അല്ലാഹു തആല നമ്മോട് നിർബന്ധമായി അനുഷ്ഠിക്കുവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ നിർബന്ധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ അപാരമായ സഹനം കൂടിയേ സാധ്യമാവുകയുള്ളൂ. 5 നേരത്തെ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നു, അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുന്നു. കഴിവുള്ളവരോട് അവരുടെ സമ്പത്തിന്റെ കണക്ക് നോക്കിയിട്ട് കൃത്യമായി സകാത്ത് കൊടുക്കുവാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ ഭൂമിയിൽ പോയി ഹജ്ജ് ചെയ്യണം എന്ന കൽപ്പനയുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിൽ പരമപ്രധാനമായി നാം നിർവഹിക്കേണ്ടുന്ന ഏതെല്ലാം ആരാധനകളുണ്ടോ, അനുഷ്ഠാനങ്ങളുണ്ടോ, സർവലോക പരിപാലകനായ റബ്ബിന്റെ ആ കൃത്യമായ പ്രതിഫലം മോഹിച്ചുകൊണ്ട് സഹനത്തോടെ അത് നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമായില്ലെങ്കിൽ ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്റെ മുമ്പും സഹനം വേണം. നിയ്യത്ത് നന്നാക്കണം. ആ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തും സൂക്ഷ്മതയോടെ ഇബാദത്തുകളെല്ലാം സഹനത്തോടെ ചെയ്തു തീർക്കണം. ആ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാലും അപാരമായ ക്ഷമ വേണം. താൻ ചെയ്ത കർമ്മങ്ങളൊന്നും ബാത്തിലായി പോകാതെ, അതിന്റെ പേരിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു ഇടപെടലുകളും നടത്താതെ റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ കൃത്യമായ സഹനമുണ്ടെങ്കിലേ വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. സൂറത്ത് മറിയമിൽ നമുക്ക് കാണാം, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയാ. റബ്ബിനെ നീ ആരാധിക്കൂ. അല്ലാഹു ആവശ്യപ്പെടുകയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ, ആകാശഭൂമികളുടെ രക്ഷിതാവായ റബ്ബ്, അവക്കിടയിലുള്ളതിന്റെയും റബ്ബ്, ഈ പ്രപഞ്ചത്തെയാകമാനം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാഥൻ എന്നാണ്. ആകയാൽ ഫഅബ്ദുഹു, നീ അവനെ മാത്രം ആരാധിക്കണേ, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണേ, അവന്റെ മുമ്പിൽ മാത്രം വണങ്ങണേ, അവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യണേ. ഇബാദത്തിന്റെ സർവാംശങ്ങളും നീ അവനിലേക്ക് മാത്രം സമർപ്പിക്കണേ. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് ശ്രദ്ധിക്കൂ, വസ്തബിർ ലിഇബാദതിഹി, അവനെ ആരാധിക്കുന്നതിൽ, അവനെ മാത്രം ആരാധിക്കുന്നതിൽ നീ വല്ലാത്ത സഹനം കൊള്ളണം. വളരെയേറെ നീ സഹിക്കേണ്ടതുണ്ട്. റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഒരുപാട് പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യത്തിന്റെ വചനം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവന്റെ ജീവൻ. അതാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ മഹനീയമായ സത്യസാക്ഷ്യത്തിന്റെ വചനത്തിലൂടെയാണല്ലോ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി നിലനിർത്തേണ്ടതാണ്. പക്ഷേ ഇന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ ഷഹാദത്ത് കലിമ നാവുകൊണ്ട് ഉരുവിടുന്നു, അവരുടെ ബാങ്കുകളിലൂടെ ഉരുവിടുന്നു, ഇഖാമത്തുകളിലൂടെ ഉരുവിടുന്നു,
തശഹുദിലൂടെ, നിസ്കാരത്തിലൂടെ ഉരുവിടുന്നു. പക്ഷേ മഹാന്മാരായ പ്രവാചകന്മാര് പഠിപ്പിച്ചു തന്ന, വിശിഷ്യ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ യഥാർത്ഥമായ ഷഹാദത്തിന്റെ ആശയത്തിൽ നിന്ന് സമൂഹമതാ പതറിത്തെന്നി മാറിപ്പോവുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ സഹനശേഷി ഏറ്റവും ആദ്യമായി നമ്മൾ നിലനിർത്തേണ്ടത്. എത്ര തന്നെ പ്രകോപനങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ ഭീഷണികൾ ഉണ്ടായാലും, എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായാലും, ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എൻ്റെ ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ വഴിമാറി സഞ്ചരിക്കുകയില്ല. ആ രംഗത്ത് പിടിച്ചു നിൽക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഏറെ സഹനം ആവശ്യമുള്ളത്. അത് വല്ലാത്തൊരു പ്രതിസന്ധിയുള്ള മേഖലയാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രമെടുത്തു നോക്കൂ. പിറന്ന മണ്ണിൽ തന്നെയും വഫാത്താകുവാൻ അവസരം ലഭിച്ചിട്ടുള്ള പ്രവാചകന്മാർ ചുരുക്കമല്ലേ? എത്രയെത്ര പ്രവാചകന്മാർ അവരുടെ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് പോകേണ്ടി വന്നു. ഇഷ്ടപ്പെട്ടു പോയതല്ല, നാട് വെറുത്തു പോയതല്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ, ആ സമൂഹത്തിനത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാരെ അവർ പുറത്താക്കിയതാണ്, അവർ പീഡിപ്പിച്ചതാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസികളെ മുഴുവനും അവർ പീഡിപ്പിച്ചതാണ്. എന്തേ അവരുടെ പീഡനത്തിന് കാരണം? ഈ പ്രവാചകന്മാരൊന്നും തന്നെ ആരെയും ദ്രോഹിച്ചത് കൊണ്ടല്ല. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹ് അൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ സർവലോക പരിപാലകനായ അല്ലാഹുവിൽ അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിച്ചു. അതവർ നടപ്പിൽ വരുത്തി എന്നതല്ലാതെ അവരെ പുറത്താക്കാനും അവരെ പീഡിപ്പിക്കാനും ഒരു കാരണവും ഉണ്ടായിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രവും അതല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം അതല്ലേ? അതുപോലെ തന്നെ ധാരാളക്കണക്കിന് പ്രവാചകന്മാരുടെ ചരിത്രം അതല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു ചുട്ടുപഴുത്ത മണൽത്തിട്ടയിൽ മലർത്തിക്കിടത്തിയിട്ട് ചൂടുള്ള വലിയ പാറക്കല്ലുകൾ മഹാനവറുകളുടെ നെഞ്ചകത്തേക്ക് കയറ്റി വെച്ചുകൊണ്ട്, പറയടാ ബിലാലേ, വിളിക്കടാ ലാത്തയ വിളിക്ക്, ഉസ്സയ വിളിക്ക്, മനാത്തയ വിളിക്കെന്ന് പറഞ്ഞപ്പോഴും ആ കറുത്തമുത്ത്, ലോകത്തിന്റെ നേതാവ്, ആ കറുത്തമുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലാഹു അഹദ് 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 എന്ന് ഓരോ അടികൊള്ളുമ്പോഴും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു സഹിച്ചുകൊണ്ട് പറയുകയാണ്, സഹനത്തോടെ വിളിച്ചു പറയുന്നു, അഹദ് അഹദ് അഹദ്. അതേ, എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കുവാൻ നിങ്ങളുടെ കരിങ്കൽ ചീളുകൾക്കാവില്ല, നിങ്ങളുടെ ചുട്ടുപഴുത്ത മണൽത്തരികൾക്കാവില്ല. ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന തൗഹീദ്, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ. മഹാനായ നബി തങ്ങളോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ, നബിയെ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒന്നിനെയും ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പറഞ്ഞതിന്റെ പേരിലല്ലേ അബൂജഹലിന് വെറുപ്പുണ്ടായത്, ഉത്ബത്തിന് വെറുപ്പുണ്ടായത്, അബൂലഹബിന് വെറുപ്പുണ്ടായത്. തബ്ബൻ ലക അലിഹാദാ ജമഅതനാ, നിനക്ക് നാശമടാ മുഹമ്മദേ എന്ന് പുന്നാര നേതാവിന്റെ മുഖത്ത് നോക്കി അബൂലഹബിനോട്, അബൂലഹബിനെ കൊണ്ടത് പറയിപ്പിച്ചത് ഈ ആദർശത്തോടുള്ള വൈരമായിരുന്നു, വെറുപ്പായിരുന്നു. പക്ഷേ നബി തങ്ങൾ ഒരാളുടെയും ഇഷ്ടം നോക്കിയില്ല, ആരുടെയും പീഡനത്തെ വകവെച്ചില്ല. സർവലോക പരിപാലകനായ റബ്ബേ, നിന്നെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന ആദർശത്തിൽ അടിയുറച്ചു നിന്നു. സുമയ്യത്ത് ബീവി റളിയല്ലാഹു അൻഹാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് വില കൊടുത്തും സഹനത്തോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദർശം എന്ന് പറയുന്നത് നമുക്ക് എവിടെ വെച്ചും പ്രാർത്ഥിക്കുവാൻ അല്ലാഹ് മാത്രമേയുള്ളൂ. കടലിൽ വെച്ചാണെങ്കിലും, കരയിൽ വെച്ചാണെങ്കിലും, മരുക്കാട്ടിൽ വെച്ചാണെങ്കിലും, ആകാശലോകത്ത് വെച്ചാണെങ്കിലും, എവിടെയാണെങ്കിലും നമുക്ക് ഉത്തരം ചെയ്യുന്ന റബ്ബ്,
അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ വയക്ഷിഫുസ് സൂ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് അഇലാഹും മഅല്ലാഹ്. അല്ലാഹുവല്ലാതെ വല്ല ഇലാഹുമുണ്ടോ? പ്രയാസപ്പെടുന്ന നേരത്ത് വിളിക്കുമ്പോ, ഏത് സന്ദർഭത്തിലും വിളിക്കുമ്പോ നമുക്ക് വിളിക്കാൻ ഒരൊറ്റ രക്ഷിതാവേയുള്ളൂ. നമുക്ക് റബ്ബിനോടല്ലാതെ ഒരു സ്ഥലത്ത് വെച്ചും നമുക്ക് പ്രാർത്ഥിക്കുവാനില്ല. ആ ആദർശം പ്രഖ്യാപിച്ച സുമയ്യത്ത് റളിയല്ലാഹു അൻഹാ കിരാതമായ ക്രൂരമായ ആക്രമങ്ങളേറ്റ് വാങ്ങിക്കൊണ്ട് അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് അവ്വലു ഷഹീദത്തിൻ ഫിൽ ഇസ്ലാം സുമയ്യത്ത് റളിയല്ലാഹു അൻഹാ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ ആദർശത്തെ അത് ശരിക്കും നിലനിർത്തുന്നതിൽ സഹിച്ചുകൊണ്ടാണ് അവർ ജീവൻ വെടിഞ്ഞതെന്ന് ഓർക്കണം. അതുപോലെ തന്നെ യാസിർ കുടുംബം അഹദ് അഹദ് എന്ന ആദർശത്തിന് വേണ്ടി ഞങ്ങൾ റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ഞങ്ങൾ റബ്ബിന് വേണ്ടിയല്ലാതെ ബലിയർപ്പണം നടത്തുകയില്ല, ഞങ്ങൾ റബ്ബിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യുകയില്ല, ഞങ്ങൾ റബ്ബിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യില്ല, ഞങ്ങൾ റബ്ബിന് വേണ്ടിയല്ലാതെ ബലിയർപ്പിക്കുകയില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം പറഞ്ഞപ്പോൾ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ടുകൾ ശരീരത്തിൽ മുഴുവനും വെച്ച് പൊള്ളിച്ചപ്പോഴും യാസിർ കുടുംബത്തിന് പതർച്ചയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാസിർ കുടുംബത്തോട് പറഞ്ഞു, സബ്റൻ സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ, സഹിച്ചോളൂ, ക്ഷമിച്ചോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ ഉറച്ചു നിന്നോളൂ. റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ പേരിലുള്ള ബഹിഷ്കരണം വകവെക്കണ്ട, പീഡനങ്ങൾ വകവെക്കണ്ട, പരിഹാസങ്ങൾ വകവെക്കണ്ട. ആ രൂപത്തിലുള്ള ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളെയും സഹിച്ചോളൂ യാസിർ കുടുംബമേ. സബ്റൻ സബ്റാ, ക്ഷമിച്ചോളൂ, സഹിച്ചോളൂ. ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. സഹനത്തിലൂടെ സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോ എന്റെ മാന്യരായ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഏറ്റവും വലിയ സഹനം നിങ്ങൾ നിലനിർത്തേണ്ടത് ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന തൗഹീദിന്റെ ആദർശത്തിന് വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ആദർശത്തിന്റെ പ്രബോധകരാവണം, അതിന്റെ പഠിതാക്കളാവണം, അതിന്റെ പ്രചാരകരാവണം. ആ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചവരോട് പ്രമാണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൃത്യമായി മറുപടി പറയണം. നിങ്ങൾ ആ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ച മുശ്രിക്കുകളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു ഭീതിയും കൂടാതെ, ഒരു രൂപത്തിലുള്ള മനോവിഷമവും കൂടാതെ ആ ആദർശത്തിൽ വീണ്ടും വീണ്ടും അടിയുറച്ചു നിന്നുകൊണ്ട് പതറാതെ അല്ലാഹുവിന്റെ തൗഹീദിന്റെ മാർഗത്തിൽ അടരാടുവാനും പോരാടുവാനും സഹനം വേണേ, സഹിച്ചോളനേ. ഇതാണ് എനിക്ക് ആദ്യമായി കൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. സർവശക്തനായ റബ്ബ് നമുക്ക് തൗഹീദിന്റെ രംഗത്ത് എന്നും സഹനം നൽകുമാറാകട്ടെ. എല്ലാ ഘട്ടങ്ങളിലും സർവലോക പരിപാലകനായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കില്ല എന്ന ആ ഊർജം എന്നും നിലനിർത്തിക്കൊണ്ട് ആരെത്ര പരിഹസിച്ചാലും പീഡിപ്പിച്ചാലും കുറ്റപ്പെടുത്തിയാലും ആ ആദർശത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതല്ലേ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി. ആരാധന മാത്രം ആരാധിച്ചു ജീവിക്കുമ്പോ ഒരുപാട് സഹിക്കേണ്ടി വരും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. എന്നാലും ഒരു നാടുകളിലുമുള്ള എന്റെ പ്രവാസികളായ ശ്രോതാക്കളോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഈ തൗഹീദിന്റെ വക്താക്കളായതിന്റെ പേരിൽ നിങ്ങളുടെ നാടുകളിൽ നിന്ന് എത്ര തന്നെ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും പതറാതെ നിൽക്കണേ. ബിലാൽ റളിയല്ലാഹു അൻഹു പോയ സ്വർഗത്തിലേക്ക്, യാസിർ കുടുംബം പോയ സ്വർഗത്തിലേക്ക്, അമ്മാർ റളിയല്ലാഹു അൻഹു പോയ സ്വർഗത്തിലേക്ക്, സുമയ്യത്ത് റളിയല്ലാഹു അൻഹ പോയ സ്വർഗത്തിലേക്ക്, മഹാന്മാരായ പ്രവാചകന്മാര് പോയ സ്വർഗത്തിലേക്ക് പോകണോ? സഹിച്ചേ പറ്റൂ. ആരുടെയെങ്കിലും ഏതെങ്കിലും വാക്കുകൾ കേൾക്കുമ്പോഴേക്ക് തൗഹീദ് വിട്ട് പതറിപ്പോകല്ല. ആ രംഗത്തുള്ള സഹനമാണ് ഏറ്റവും പരമപ്രധാനമായ സഹനമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഓ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ട ഏത് കാര്യങ്ങളും വളരെ നിസ്സാരമാണ്. ആലോചിച്ചു നോക്കിയാൽ
നമുക്ക് കഴിയാത്ത, താങ്ങാനാവാത്ത ഒരു കാര്യങ്ങളും റബ്ബ് നമ്മോട് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ലോകത്തൊരാൾക്കും താങ്ങാനാവാത്ത കാര്യങ്ങൾ കൽപ്പിക്കപ്പെട്ടപ്പോഴും മഹാന്മാരായ പ്രവാചകന്മാർ ഉറച്ചു നിന്നിട്ടുണ്ട്. ഇന്ന് വരെ ഇസ്ലാമിക ശരീഅത്തിലെ ഒരു നിയമത്തിൽ പോലും ഇതുപോലത്തെ ഒരു നിയമം നമുക്ക് കാണാൻ സാധ്യമല്ലല്ലോ. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രം. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ കിട്ടിയ ആ ഒരു പൊന്നോമന പുത്രനായ ഇസ്മായിലിനെ അറുക്കണം എന്ന റബ്ബിന്റെ കൽപ്പന കേട്ടപ്പോൾ റബ്ബ് എന്ത് കൽപ്പിച്ചാലും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നോമന പുത്രനോടത് പറയാനുള്ള ധീരത കാണിക്കുകയാണ്. മോനെ, നിന്നെ അറുക്കണമെന്നാണ് റബ്ബിന്റെ ഓർഡർ എന്ന് പറയുമ്പോ അത് കേൾക്കുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിനും പതർച്ചയില്ല. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം പറയുന്നത്, യാ അബതിഫ് അൽമാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്റെ പിതാവേ, അല്ലാഹ് കൽപ്പിച്ചത് ചെയ്തോളൂ. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ സഹിക്കുന്നവരുടെ കൂട്ടത്തിലായിക്കൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താം. ബാപ്പ സഹിക്കുകയാണ്, മകൻ സഹിക്കുകയാണ്. ഇത് പറയാൻ എത്ര എളുപ്പമാണ് പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കിട്ടിയ കുഞ്ഞിനെയാണ് അറുക്കാൻ കൽപ്പന. ഇബ്രാഹിം അലൈഹിസ്സലാമിനത് മകനോട് പറയാൻ പേടിയില്ല, മകനത് സ്വീകരിക്കാൻ പേടിയില്ല. അത് അഭിനയമായിരുന്നില്ല, നാട്യമായിരുന്നില്ല. ഖുർആൻ പറയുന്നത്, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. അവർ രണ്ടാളും അതാ റബ്ബിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങുന്നു. മകൻ കിടന്നു കൊടുക്കുന്നു, ബാപ്പ കത്തിയെടുത്ത് അറുക്കാൻ ഒരുങ്ങുന്നു. എന്തുമാത്രം വലിയൊരു സഹനമാണ്. പക്ഷേ റബ്ബ് ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇത്ര പ്രയാസമുള്ള കാര്യമുണ്ടോ? അത്ര പ്രയാസമുള്ള ഒരു കാര്യം റബ്ബ് നമ്മോട് ഏതെങ്കിലും ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിക്കാൻ തയ്യാറായ മഹാന്മാരായ പ്രവാചകന്മാരുടെ ആ പേര് നിസ്കാരത്തിൽ പോലും പറയുന്ന നമ്മൾ, ആ ഇബ്രാഹിമി പാരമ്പര്യം പറയുന്ന നമ്മൾ, റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ട നിസ്സാര കാര്യങ്ങൾ പോലും സഹനമില്ലാതെ ക്ഷമകേട് കൊണ്ട് ചെയ്യാൻ മനസ്സില്ലാതെ ഒഴിവാക്കി വിടുമ്പോൾ സ്വർഗം നമുക്ക് എത്ര ദൂരെയാണെന്ന് വളരെ ഗൗരവത്തോടെ ആലോചിക്കണേ. അല്ലാഹ് നമ്മോട് പറഞ്ഞു, നിസ്കരിക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിസ്കരിക്കണം, നിസ്കാരം കൊണ്ട് നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം. ആ വിഷയത്തിലും വളരെയേറെ സഹനം വേണമെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. കാരണം എന്താണ്? നിസ്കാരം അതിന്റെ ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ തന്നെയും ക്ഷമ വേണം. നമ്മളൊക്കെ ക്ഷമയോടെ നിസ്കരിക്കാറുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിസ്കാരക്കാരാണോ നമ്മൾ? അസ്വഉൻ നാസി സരിഖ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി ലാ യുതിമ്മു റുകുഅഹാ വലാ സുജൂദഹാ വലാ ഖുശൂഅഹാ. നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും വലിയ മോഷണക്കാരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താ? നിസ്കാരത്തിലെ റുകൂഉം സുജൂദും ഖുശൂഉം ഒന്നും അവൻ പൂർത്തിയാക്കുന്നില്ല. മടിയന്മാരായിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് വരുന്നതെന്ന് മുനാഫിക്കീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ കുറച്ചു മാത്രമേ അവർ നിസ്കാരത്തിൽ അല്ലാഹനെ ഓർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഫ്ദലുസ്സലാ, ഏറ്റവും ഭാരപ്പെട്ട നിസ്കാരം മുനാഫിക്കീങ്ങൾക്ക് ഇശയും ഫജ്റുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, സമയം 12 ഇനിയും ഒരുപാട് സമയം വൈകിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ഒരുപക്ഷെ എത്തിച്ചേരുക. നാളത്തെ ഫജ്ർ ഒരാൾക്കും നഷ്ടപ്പെട്ടു പോകല്ല. ക്ഷമയോടെ സഹനത്തോടെ ഈ നാളെയുള്ള ഫജ്റും നമുക്ക് നഷ്ടപ്പെടാതെ, മുനാഫിക്കിന്റെ ഗണത്തിൽപ്പെടാതെ, ഭാരമില്ലാതെ നിസ്കരിക്കാൻ കഴിയാവുന്ന ഫജ്റടക്കം നിസ്കരിക്കുവാൻ, ജമാഅത്തിന് മുന്നണിയിൽ എത്തിച്ചേരുവാൻ കഴിയാവുന്ന സഹനമുള്ള ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സക്കാത്ത് കൊടുക്കാനും അപാരമായ സഹനം വേണം. പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന മാസം, അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് പറയുന്ന മാസം, ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കണ്ടേ പ്രിയമുള്ളവരെ?
അത് സ്വീകരിക്കണമെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് ആലോചിക്ക്. എന്റെ റബ്ബിന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞാൻ എന്റെ റബ്ബിലേക്ക് ദുആ ഇരക്കുമ്പോ ആ ദുആ സ്വീകരിക്കണമെങ്കിൽ എന്റെ റബ്ബ് പറഞ്ഞ ഒരു ഉപാധിയുണ്ട്. നിന്റെ ധനം ശുദ്ധമാക്കിക്കോ, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഹലാലിലൂടെ ആയാലല്ലാതെ അന്നാ യുസ്തജാബു ലഹു, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ആരാന്റെ അവകാശം നമ്മുടെ മുതലിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അന്യന്റെ അവകാശമാണ് പ്രിയമുള്ളവരെ സക്കാത്ത്, നമ്മുടെ ഔദാര്യമൊന്നുമല്ല. അതുകൊണ്ട് ശമ്പളം വാങ്ങുന്ന പ്രവാസികളെ, ശമ്പളം വാങ്ങുന്ന പ്രവാസികളെ, എല്ലാവരും ശമ്പളം വാങ്ങുന്നവരല്ലേ, ഈ റമദാനിലൊന്ന് പരിശോധന നടത്ത്. എന്റെ ശമ്പളം അല്ലാഹുവിന്റെ റസൂലിലൂടെ അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള 590 ഗ്രാം വെള്ളിക്ക് തുല്യമായ UAE ദിർഹമോ ഇന്ത്യൻ കറൻസിയോ അമേരിക്കൻ ഡോളറോ തികഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2.5% എന്റെ സ്വത്തല്ല, അതെന്റെ ധനത്തിലെ അഴുക്കാണ്, അത് മറ്റുള്ളവരുടെ അവകാശമാണ്. ആ അവകാശം കൊടുത്തു വിട്ടാതെ ആ അവകാശം നിന്റെ മുതലിൽ നീ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഭക്ഷിച്ചാൽ ആരാന്റെ ഹക്കല്ലേ നിന്റെ വയറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഈ മാസത്തിൽ നല്ലോണം